കൊച്ചി മട്ടാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുകയാണ്. ദേഹത്ത് കരിയോയിൽ ഒഴിച്ചാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന സമയത്താണ്. നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കണ? ഒരാളെ പെടലല്ലേ ഇത്ര ക്രൂരമായി കാണിക്കണം? എന്തിനാണ്? എന്താണ് ചെയ്തത്? സമരം ചെയ്യാൻ പാടില്ലേ? ജനാധിപത്യമായിട്ട് സമരം ചെയ്യാൻ പാടില്ല. ഇത് ഇത്ര മോശമായിട്ട് കാണിക്കണം എന്തിനാണ്? അലി, ഇപ്പോൾ സ്വയം കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിക്കുകയാണോ? എന്താണ് ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം? മനസ്സിലായില്ല. സ്മൃതി, അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മട്ടാഞ്ചേരിയിൽ ആരംഭിച്ചത്. ദേഹത്ത് കരിയോയിൽ ഒഴിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ ഈ നിലയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി തൊട്ടടുത്ത് ഈ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലിൽ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുന്നുണ്ട്. അതിന് തൊട്ടു മുന്നോടിയായി മുഖ്യമന്ത്രി പോകുന്ന വഴിയിലാണ് ഈ നിലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാവിലെ മുതൽ ഇത്തരത്തിൽ ദൃശ്യങ്ങളിൽ കാണാം. ദേഹത്ത് കരിയോയിൽ ഒഴിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ ഈ റോഡിൽ പ്രവർത്തകർ കിടന്ന് ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതോടുകൂടി പോലീസ് അവരെ പിടിച്ചുമാറ്റുകയാണ്. പിടിച്ചുമാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ പോലീസുമായി ഒരു കയ്യാങ്കൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രവർത്തകരെ പിടിച്ചുമാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് ഈ നിലയിൽ പോലീസുമായി ഇപ്പോൾ പ്രവർത്തകർ ഒരു ബലപ്രയോഗം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഷാഫി പറമ്പിലിനെതിരായി ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ വ്യാപകമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാവിലെ മുഖ്യമന്ത്രി വരുന്ന വഴിയിലുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ മട്ടാഞ്ചേരിയിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. തൃശ്ശൂരിലും പ്രതിഷേധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അത് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു. അവിടുത്തെ ദൃശ്യങ്ങളും കാണാം. തൃശ്ശൂരിൽ നടന്നത് യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. അലി അക്ബർഷായിലേക്ക്. അലി, മുഖ്യമന്ത്രിയുടെ പരിപാടി എവിടെയാണ് നടക്കുന്നത്? എപ്പോഴാണ് ഈ പരിപാടി? നിങ്ങളല്ലേ ആദ്യമോട് പറഞ്ഞത്? നീ മാറിയിരിക്കണ വെറുതെ അല്ല, കേട്ടിക്കോട്ട് ചോദിച്ചു നോക്ക്. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിനെ ഇന്നലെ അർദ്ധരാത്രി പോലീസ് മർദ്ദിച്ചത് ഹോസ്പിറ്റലിലാണ്. നമുക്ക് അതിന്റെ വേദനകളും പ്രയാസങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങളൊക്കെ ഈ കാണിക്കുന്നത് ശരിയല്ല. പ്രതിഷേധിക്കാൻ വന്നേക്കാണ്, അല്ലാണ്ട് മുഖ്യമന്ത്രിന്റെ കരിയോടി കാണിക്കാൻ വന്നേക്കുന്ന ആൾക്കാരല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റിനാ ഷാഫി പറമ്പിലിനാ ക്രൂരമായ രീതി മർദ്ദിച്ച് മൂക്കും ചുണ്ടും ചോര കൊണ്ടുപോകുന്ന നിങ്ങൾ കണ്ടില്ലേ? പ്രതിഷേധം കൂടിയാണ് പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്.